മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് മണ്ണയും വെള്ളവും കൊടുത്ത നാഥൻ ഇന്നും നമുക്കായി ജീവിക്കുന്നതാ വാടിപ്പോകാതെ. ഉറ്റവർ കൈവിട്ട ആദാരിൻ മകന് മരുവിലുറവ തുറന്ന കർത്തൻ നമുക്കും പുതുവഴി തുറന്നു തന്നിടും വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. തീച്ചൂളമധ്യത്തിൽ എരിഞ്ഞെന്നാലും പടകുലഞ്ഞ് വലഞ്ഞെന്നാലും നാലാമനായവൻ വെളിപ്പെടുമേ വാടിപ്പോകാതെ. കണ്ണുനീരില്ലാത്ത വീടൊരുക്കി തന്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ എത്രയും വേഗം യേശു വന്നിടും വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകവും 11-ാം അധ്യായം 16-ാമത്തെ വാക്യവും എടുത്തു വെക്കുക. അവിടെ ശലോമോൻ ദേവാലയം പണിതതിന് ശേഷം ആ ദേവാലയത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷ നടത്തി. നീണ്ട ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയായിരുന്നു അവിടെ. അതിനിടയിൽ ശലോമോൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു. 46-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞു, ഈ ദേവാലയം പാപം ചെയ്തവന് പ്രയോജനപ്പെടണമെന്ന്. ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. ദൈവമേ, ഞാനൊരു ദേവാലയം നിൻ്റെ കൃപപ്രകാരം പണിതു, നിൻ്റെ ആലോചന പ്രകാരം ഞാനത് പണിതു. ഇപ്പോൾ ഞാനതിൻ്റെ സമർപ്പണ പ്രാർത്ഥന നടത്തുകയാണ്. ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. പാപമില്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്, എനിക്ക് പാപമില്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്, എൻ്റെ പാപം സാരമില്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്, എല്ലാവർക്കും പാപമില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം സത്യമായി പറയുന്നു, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ശലോമോൻ ഒരു കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ, പാപം ചെയ്തവന് ഈ ദേവാലയം പ്രയോജനപ്പെടണമെന്ന്. പ്രിയപ്പെട്ടവരെ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ വാക്യം വായിക്കാം. 16-ാമത്തെ വാക്യം. ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ചു കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. പ്രിയപ്പെട്ടവരെ,
ദേവാലയം ഉണ്ടായി സമർപ്പിച്ച കാലത്ത് ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദേവാലയം പാപം ചെയ്തവന് പ്രയോജനപ്പെടണമെന്ന്. ദേവാലയം ഇല്ലാതായി പോയ കാലത്ത്, ഇസ്രായേൽ മക്കൾക്ക് ദേവാലയം ഇല്ലാതായി പോയ കാലത്ത് യെഹെസ്കേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ജീവനുള്ള ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ ജനത്തിന് പറഞ്ഞു കൊടുത്തു, ദേവാലയം ഇല്ലാത്ത കാലത്ത് ഞാനാണ് നിങ്ങളുടെ ദേവാലയമെന്നും. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ദേവാലയമെന്ന്. ദൈവമാണ് ദേവാലയമെന്ന്. കല്ലും മരവും കൊണ്ടുണ്ടായ ദേവാലയമല്ല, ദൈവമാണ് ദേവാലയമെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദൈവമില്ലാത്തവന് വേറെ ഒരു ദേവാലയവും പ്രയോജനപ്പെടുകയില്ല. ഇതാണ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. ഹൃദയം ഒരു ദേവാലയം പോലെ സൂക്ഷിക്കാത്ത ഒരു മനുഷ്യന് ഒരു ദേവാലയവും പ്രയോജനപ്പെടുകയില്ല. ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അർത്ഥവത്താണ്. നാട് നീങ്ങളെ ലോകത്ത് ഇഷ്ടംപോലെ ദേവാലയങ്ങളുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയ ദേവാലയങ്ങളും കുരിശടികളും നിറച്ചു നിൽക്കുകയാണ്. ഏതെല്ലാം ദേവാലയങ്ങൾ, ഏതെല്ലാം കുരിശടികൾ പാപിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, മദ്യപാനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, ഭാര്യയെ തല്ലുന്നവന് പ്രയോജനപ്പെടുന്നുണ്ട്, കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന ഭാര്യയ്ക്ക് പ്രയോജനപ്പെടുന്നുണ്ട്, പരസ്പരം ഭിന്നിക്കുന്നവന് പ്രയോജനപ്പെടുന്നുണ്ട്, പരസ്പരം വൈരാഗ്യമുള്ളവന് പ്രയോജനപ്പെടുന്നുണ്ട്. ഏത് ദേവാലയം ഏത് പാപിക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കണം. ദേവാലയങ്ങൾ ഇല്ലാത്ത കുഴപ്പമല്ല, ദേവാലയത്തിൻ്റെ എണ്ണം കൂടിയാൽ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നില്ല. കാരണം ദേവാലയം പാപിക്ക് പ്രയോജനപ്പെടാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദേവാലയം ഇല്ലാത്ത കാലത്ത് ദൈവം പറഞ്ഞു, ഞാനാണ് ദേവാലയമെന്ന്. ദൈവമാണ് ദേവാലയം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ദൈവത്തെ ആരാധിക്കാൻ ദേവാലയം വേണ്ട. ഒരു മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാൻ ദേവാലയം വേണ്ട. ഒരു മദ്യപാനിക്ക് മദ്യപാനം വിടാൻ ദേവാലയം വേണ്ട. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ജീവിക്കാൻ ദേവാലയം വേണ്ട. മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ദേവാലയം വേണ്ട. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മകനായി ജനിക്കാൻ ദേവാലയം വേണ്ട. ഇതൊന്നും ദേവാലയം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ നടക്കുന്ന കാര്യമാണ്. മനുഷ്യൻ വീണ്ടും ജനിക്കുന്ന ദേവാലയ മുഖാന്തരമല്ല എന്നും, കിടന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താലാണ് മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതെന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഞാൻ പ്രാരംഭമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കിയതാണ്. ഞാൻ പിന്നീടൊരു മാമോദീസായും ഏറ്റിട്ടില്ല, ഒരു സ്നാനവും പുതുതായിട്ട് ഒന്നും ഏറ്റിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എനിക്ക് ബോധിച്ച പോലെ ഞാനങ്ങ് ജീവിക്കുകയായിരുന്നു. പഠിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ സ്വഭാവം ദൈവമില്ലാത്തവരുടെ സ്വഭാവം, അഥവാ ഒരു വള്ളിയിൽ പോകുന്ന ഒരു ആവറേജ് ക്രിസ്ത്യാനിയുടെ സ്വഭാവം തന്നെയായിരുന്നു എൻ്റേത്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവമുണ്ട്, പാപമുണ്ടെന്ന് ചോദിച്ചാൽ പാപമേ ഉള്ളൂ, കുമ്പസാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുമ്പസാരമുണ്ട്, കുർബാന അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ എനിക്ക് ബോധിച്ച പോലെ ജീവിക്കുകയായിരുന്നു. അന്നത്തെ എൻ്റെ ജീവിത അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരവസ്ഥ എന്ന് വെച്ചാൽ, ജീവനുള്ള ഒരു ശരീരം എനിക്കുണ്ട്, മരിച്ച ഒരാത്മാവ് എനിക്കുണ്ടായിരുന്നു. ജീവനുള്ള ഒരു ശരീരം എനിക്കുണ്ടായിരുന്നു, മരിച്ച ഒരാത്മാവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പുറമേയുള്ളവരൊന്നും അത് പറയില്ലായിരുന്നു. പുറമേയുള്ളവരാരും അത് പറയില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കളും പറയില്ലായിരുന്നു. ആത്മാവിൽ മരിച്ചതാണോ ജീവനുള്ളതാണോ എന്നും തിരിച്ചറിയാനുള്ള അറിവൊന്നും എൻ്റെ മാതാപിതാക്കന്മാർക്കും ഉണ്ടായിരുന്നില്ല, എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് എൻ്റെ ആത്മാവിൽ ജീവനുണ്ടോ അതോ ഞാൻ മരിച്ചവനാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ശരീരത്തിൽ ജീവനുള്ളവനാണ്, ഞാൻ ആത്മാവിൽ മരിച്ചവനാണ് എന്ന്. എന്നാൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം അതെന്താണ് നമുക്ക് വായിച്ചു കേൾക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. പ്രിയപ്പെട്ടവരെ, ആ ക്രൈസ്തവ സഭയിലേക്ക് ചേർന്ന് വന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ആളുകളോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുത്തു,
നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾ ക്രിസ്തു ഉള്ളവരായതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ജീവനുള്ള ഒരു ആത്മാവുണ്ട്. ദൈവമക്കളെ, അതാണ് എൻ്റെ അവസ്ഥ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം എനിക്കുണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം നമുക്കെല്ലാവർക്കും ഉണ്ട്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം. പക്ഷേ അതിനകത്ത് ഞാൻ കർത്താവായ യേശുവിനെ എൻ്റെ 35-ാമത്തെ വയസ്സിൽ കർത്താവിന് രക്ഷിതാവുമായി സ്വീകരിച്ചതുകൊണ്ട്, ഒരു മാനസാന്തരത്തിലേക്ക് വന്നതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ രക്ഷകനായിരിക്കുമെന്ന് ഞാൻ സമർപ്പണമെടുത്തതുകൊണ്ട് ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിനകത്ത് ഇന്ന് ജീവനുള്ളതായ ഒരാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 35-ാമത്തെ വയസ്സിലെ അവസ്ഥ ഞാൻ പറഞ്ഞു. എൻ്റെ ഇന്നത്തെ അവസ്ഥയും ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാറ്റത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ആരാണ്? ഈ മാറ്റം എനിക്ക് തന്നത് ആരാണ്? അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. അവർ ജീവനുള്ളവരായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കൈകാലുകൾ അടങ്ങുന്നവരായിട്ടും കണ്ണ് കാണുന്നവരായും ചെവി കേൾക്കുന്നവരായി അവരിവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് മരിച്ചവരാണ് അവർ. കാരണം അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല, അവർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല, അവർ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, അവർ മദ്യപാനം ഉപേക്ഷിച്ചിട്ടില്ല, കലഹവും പിണക്കവും ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നും വാശിയും വൈരാഗ്യവും ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, പ്രതികാരം ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവർ അഹങ്കാരവും സ്ഥാനമാനവും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവർ ക്രൈസ്തവരായി തന്നെ ജീവിക്കുന്നു. അവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, ആത്മാവിൽ മരിച്ചവനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരിച്ചവർക്ക് ജീവനുള്ളവനാകാനുള്ള ഒരു വഴിയുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ എന്താണ് യോഹന്നാൻ പഠിപ്പിച്ചത്? വരാൻ പോകുന്ന കാര്യമാണ്, അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം? ആ കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിച്ചത്? ക്രൈസ്തവ സമൂഹം ഇന്ന് സഭാപരമായിട്ടാണ് ഭിന്നിച്ചിരിക്കുന്നത്. പല പല സഭകളുടെ പേരിലാണ് ഭിന്നിച്ചിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ഭിന്നത വരാൻ പോകുന്നു. പിശാചിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും എന്നുള്ള പേരിലുള്ളതായ ഒരു ഭിന്നത വരാൻ പോകുന്നു. ഒരു വേർതിരിവ് വരാൻ പോകുന്നു. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. മദ്യപിക്കണം എന്നുള്ളവൻ ആ വഴി തന്നെ പോട്ടെ. പിണങ്ങണമെന്നുള്ളവൻ ആ പിണക്കത്തിൽ തന്നെ പോകട്ടെ. കലഹിക്കണമെന്നുള്ളവൻ കലഹത്തിൽ തന്നെ പോകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. തിരുത്തണമെന്നുള്ളവൻ, മാറ്റണമെന്നുള്ളവൻ, സ്നേഹിക്കണമെന്നുള്ളവൻ, സ്നേഹത്തിൽ വരണമെന്നുള്ളവൻ, അവനും അവസരമുണ്ട്. അവനും ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരിച്ചു വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ക്രൈസ്തവ സമൂഹം രണ്ടായി തിരിയുന്നതായ ഒരു കാലം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഭിന്നതകൾക്കൊന്നും ഒരടിസ്ഥാനമില്ല നമുക്കറിയാം. പക്ഷേ പിശാചിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും, പാപം ഉപേക്ഷിക്കാത്തവനും പാപത്തിൽ രസിക്കുന്നവനും പാപം ഉപേക്ഷിക്കുന്നവനും എന്നുള്ളതായ ഒരു വേർതിരിവിലേക്ക് നാം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യാത്തവനാരുമില്ല. പക്ഷേ പാപം ഉപേക്ഷിക്കുന്നവരുണ്ട്, പാപം ഉപേക്ഷിക്കാത്തവരുമുണ്ട്. നിങ്ങളിതിൽ ഏതിലാണ് പെടുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പാപം ചെയ്യാത്തവരാരുമില്ല. എന്നാൽ നിങ്ങൾ പാപം ഉപേക്ഷിക്കുന്നവരാണോ, അതോ പാപം ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് സുവിശേഷം പ്രവർത്തിച്ചത്. വിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു വിമല സഭ, ഒരു വിശുദ്ധ സഭ ഉണ്ടായി വരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിമല സഭ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ സഭ ഉണ്ടായി വരുമെന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണ് സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ക്രൈസ്തവൻ വിശുദ്ധനായി മാറുന്നത്? എങ്ങനെയാണ് ഒരു അശുദ്ധൻ വിശുദ്ധനായി മാറുന്നത്? എങ്ങനെയാണ് ഒരു വിശുദ്ധ സഭ ഉണ്ടാകുന്നത്? അതൊരു സഭയുടെ പേരല്ല പ്രിയപ്പെട്ടവരെ. അശുദ്ധൻ വിശുദ്ധനായി മാറുന്നത് എങ്ങനെയാണെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നാം എല്ലാവരും ജാതികളിൽ സൂനു എന്ന് പറയും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരെന്നല്ല അർത്ഥത്തിലല്ല. പിശാചിൻ്റെ മക്കളായിരുന്നു നമ്മളെ ദൈവത്തിൻ്റെ മക്കളാകാൻ, ഇടത്തേതിൻ്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിൻ്റെ മക്കളാകാൻ സ്വർഗത്തിൽ നിന്നൊരുവൻ ഇറങ്ങി വന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു. പാപത്തിൽ രസിച്ച നമ്മളെ പാപത്തെ വെറുക്കുന്നവരായും
പാപത്തെ ഉപേക്ഷിക്കുന്നവരായി മാറ്റാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. തൽഫലമായിട്ട് എന്തുണ്ടായി? പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയുണ്ടായി, സുഗന്ധമുള്ള സഭ. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പാടുന്നത് സുഗന്ധമുള്ള സഭയെന്നാണ്. വസ്ത്ര സുഗന്ധമുള്ള സഭ എന്ന് പറഞ്ഞാൽ അവരെ പറയുന്നത് വസന സുഗന്ധമുള്ള സഭ. അവരുടെ വസ്ത്രത്തിന് നിറമായിരുന്നില്ല വിഷയം. വസ്ത്രം ചുവന്നതോ കറുത്തതോ എന്തെങ്കിലും ആകട്ടെ, വെള്ളയൊക്കെ ആവട്ടെ, അന്നത്തെ സഭയുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത സുഗന്ധമുള്ളവരെന്നുള്ളതായിരുന്നു. അന്ന് ക്രൈസ്തവനൊരു സുഗന്ധമുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവന് മറ്റുള്ളവരെ ആകർഷിക്കത്തക്കതായ ഒരു സുഗന്ധമുണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവന് ആ സുഗന്ധമൊന്നുമില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആ ക്രിസ്ത്യാനിയുടെ നെറ്റിയിൽ ശ്ലീബായുടെ മുദ്രയുണ്ടായിരുന്നു. അവരുടെ നെറ്റിയിൽ ശ്ലീബായുടെ മുദ്രയുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ക്രിസ്ത്യാനിയുടെ ചുണ്ടിൽ എന്തുണ്ടായിരുന്നു? അവരുടെ ചുണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. കാരണം ആ ചുണ്ടുകൾ അരുതാത്ത് പറയുകയില്ല എന്നും അരുതാത്ത് ചെയ്യുകയില്ല എന്നുള്ളതായ തീരുമാനമുള്ള ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയ ചുണ്ടുകളായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരായ നാം ആലോചിച്ച് നോക്കണം, നമ്മുടെ ചുണ്ടുകളിൽ ക്രിസ്തുവിൻ്റെ രക്തമുണ്ടോ? ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയ ചുണ്ടുകളാണോ നമുക്കെന്നുള്ളത്? ദൈവമക്കളെ, അധപ്പതിച്ചു പോയ ഒരു സമൂഹത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഈ തലമുറയിൽ. ആർക്കും വെറുതെ ചൂടാത്ത ഒരു രാത്രി വരുന്നു. പിതാക്കന്മാർ പാടിയ പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. ഗായക സംഘം പാടും. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ സൂനു നൃപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം. ദൈവത്തിന് സ്തോത്രം. താൻ പാടിയത് നൃപതി ശലോമോൻ വിമല സഭയെ നിന്നെ യേശുക്രിസ്തു ലാളിക്കുന്ന ഒരു സഭ. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? അമ്മ കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ ലാളിച്ചു വളർത്തി. വസ്ത്രത്തിന് സുഗന്ധമുണ്ടായിരുന്നു. നമുക്ക് പാടാം. സ്ലീബായെ വന്നിപ്പതിനാ രാജാവാം മശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വിലയറിയാമായിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വിലയറിയാമായിരുന്നു. ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ടാണ് സഭയുണ്ടായതെന്നും ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ടാണ് പാപമോചനം കിട്ടിയതെന്നും ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഞാൻ മാന്യനായി തീർന്നതെന്നും ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് എൻ്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതെന്നും ആത്മാവിൻ്റെ രക്ഷ. പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ വിലയറിയാമായിരുന്നു, കുരിശിൻ്റെ വിലയറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ദൈവമക്കളാണ് സഭയുണ്ടാക്കിയത്. പിന്നെയും നമുക്ക് വായിച്ചു കേൾക്കാം. എന്താണ്? സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ ഉലകതിലിരുപോലൊളിവേശും പകലോനത്തോൾ നീ താവക പാലെ ശ്രീവായൻ മുദ്ര പാവനവദനം സ്തുതി പാടിടുന്നു ദൈവസുതൻ തൻ രക്തം നിൻ വായ്മലരിൽ കാണൂ സ്തുതി പാടുന്നിരവും പകലും നിൻ സന്താനങ്ങൾ ഹല്ലേലൂയ യോ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൽ ആളിച്ച സഭ?
താവകപാലെ നിന്റെ നെറ്റിയിൽ ശ്ലീബായുടെ മുദ്ര. പാവനവദനം സ്തുതി പാടിയിടുന്നു. ദൈവസുതൻ തൻ രക്തം നിൻ വായ് മലരിൽ കാണും. നിന്റെ ചുണ്ടുകളിൽ കർത്താവായ യേശുവിൻ്റെ രക്തമുള്ള സഭ. ദൈവമക്കളെ, ആ അനുഭവമെല്ലാം തികഞ്ഞവരല്ല, എന്നാൽ ആ ലക്ഷ്യമുള്ളവരും ആ സമർപ്പണമുള്ളവരുമായ ദൈവമക്കൾ വചനം പറഞ്ഞു. ഞാൻ കേട്ടു. ആ സമർപ്പണമുള്ള ദൈവമക്കൾ തിരുരക്തം പുരട്ടിയ നാവോടുകൂടെ നെറ്റിയിൽ ക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരായി അങ്ങനെയുള്ളതായ ഒരു സഭയെ ഉണ്ടാക്കണമെന്നായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ ആഗ്രഹം. അങ്ങനെ ഒരു സഭയുണ്ടായി. അങ്ങനെ ക്രൈസ്തവ സഭയുണ്ടായി. ഇന്നും ആ ലക്ഷ്യമുള്ളവർക്ക് പ്രവർത്തിക്കാം. ആ ദാഹമുള്ളവർക്ക്, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മർമ്മം പറഞ്ഞു കൊടുക്കാം. ക്രിസ്തുവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾക്കും ഈ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തതായ ഒരു രാത്രി വരുന്നു. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ പാപപേക്ഷിക്കാൻ തയ്യാറാണോ? ദേവാലയം നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ദേവാലയം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനും ദേവാലയത്തിൽ പോകുന്നവനാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ പോയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ എൻ്റെ ദേവാലയം എന്നെ സ്വർഗത്തിലെത്തിക്കുകയില്ല എന്ന് എനിക്കറിയാം. കാരണം ദേവാലയത്തിൽ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, ഈ ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടിയതായ കാലടികൾ അഗ്നിനരകം കാണാൻ ഇടവരരുതേ. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ പുസ്തകം വായിച്ച കണ്ണുകൾ അന്ധകാരത്തിലേക്ക് പോകാൻ ഇടവരരുതേ. ഈ ദേവാലയത്തിൽ പാട്ടുപാടിയവരുടെ അധരങ്ങൾ അടച്ചുപൂട്ടപ്പെടാൻ ഇടവരരുതേ. ഇതെല്ലാമാണ് ദേവാലയത്തിലെ പ്രാർത്ഥന. കാരണം ദേവാലയം ഉള്ളത് കൊണ്ട് മാത്രം ആരും സ്വർഗത്തിലെത്തുകയില്ല. ദേവാലയമല്ല മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനാണ് ദേവാലയം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ ക്രിസ്തുവാണ് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നത്. അവൻ്റെ രക്തമാണ് ഇതെല്ലാം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രക്തമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അടിയേണ്ട നാവൊന്നുമില്ല. ഞാൻ മഹാപാപിയായ ഒരു മനുഷ്യൻ. ഇനി എനിക്കൊരവസ്ഥയുണ്ട്, ഇനി എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ പഴയ അവസ്ഥ ഞാൻ പറഞ്ഞു, 35-ാമത്തെ വയസ്സിലെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു. മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവും ജീവനുള്ളതായ ഒരാത്മാവ് എൻ്റെ അകത്തുണ്ട്. ഇനി എനിക്ക് ഒരു അവസ്ഥ കൂടെയുണ്ട്, ഒന്നുകൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം. അതാണ് വെളിപാട് പുസ്തകം 22-ാം അധ്യായം എടുക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നോക്കി പാർത്തിരിക്കുന്ന കാര്യം എന്താണത്? 22-14. ജീവന്റെ വിഷയത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ ആഗ്രഹം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും എൻ്റെ വസ്ത്രം അലക്കണം. അഥവാ എൻ്റെ സ്വഭാവം മാറണം. എൻ്റെ സ്വഭാവം മാറണം. എൻ്റെ സ്വഭാവം മാറണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപം മാറണം. എൻ്റെ സ്വഭാവം ഇനിയും മാറണം. കാരണം എനിക്ക് എത്തിച്ചേരേണ്ടത് വിശുദ്ധന്മാരുടെ ലോകത്താണ്. എനിക്ക് എത്തിച്ചേരേണ്ടത് നീതിമാന്മാരുടെ രാജ്യത്തിലാണ്. എനിക്ക് എത്തിച്ചേരേണ്ടത് വിശുദ്ധന്മാരുടെ ഗണത്തിലാണ്. ജീവൻ്റെ വൃക്ഷത്തിൽ എനിക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ആദാമിന് ഭക്ഷിക്കാൻ കഴിയാതെ പോയതായ ആ ജീവൻ്റെ വൃക്ഷത്തിൽ, പ്രിയപ്പെട്ടവരെ, ആ എനിക്ക് ലഭിക്കേണ്ടതിന് ഗോപുരങ്ങൾ കൂടി സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതിനും വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, നിങ്ങളിൽ സ്വഭാവം മാറാൻ തയ്യാറുള്ളവരാരെല്ലാം ഉണ്ട്. സ്വഭാവം ഒന്ന് മാറ്റിക്കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആരെല്ലാം ഉണ്ട്. എനിക്ക് സ്നേഹിക്കണമെന്ന് താല്പര്യമുള്ള ആരെല്ലാം ഉണ്ട്. എനിക്കൊന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ട്. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. എൻ്റെ കുടുംബം ഒരു സമാധാനമുള്ള ഇടമാക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, രോഗം മാറണം ആഗ്രഹമുണ്ട്, നല്ലത് തന്നെ. പക്ഷേ രോഗം മാറുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ബന്ധനവും മാറണം ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആത്മാവിൻ്റെ അവസ്ഥ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു അവൻ 3-3.5 കൊല്ലമേ ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ എന്ന്. അവൻ്റെ പരശുശ്രൂഷ കാലത്ത് അവനറിയാമായിരുന്നു 3-3.5 കൊല്ലം മാത്രമേ അവൻ ഈ ഭൂമിയിൽ ജീവിക്കാമുള്ളൂ. അതുകൊണ്ട് അവനെത്ര ഉത്സാഹത്തോടെ, ഇളക്കിയിട്ടിളകാതെ, കോപിപ്പിക്കാൻ നോക്കിയിട്ട് കോപിക്കാതെ, ദൂഷണം പറഞ്ഞിട്ട് പകരം പറയാതെ,
ഭീഷണി വാക്ക് പറഞ്ഞിട്ട് ഭീഷണം പറയാതെ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ ശുശ്രൂഷ തികച്ചു അവൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു, നീ എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ തികച്ച് ഞാൻ കടന്നു പോകുന്നു എന്ന് മരണത്തിന് മുമ്പ് കർത്താവായ യേശു പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ് നിങ്ങളുടെ തയ്യാളുകളൊന്ന് വണക്കാവോ? പ്രിയപ്പെട്ട ദൈവവേദലേ, നീ കടന്നു പോകും, നീ കടന്നു പോകും. നീ എനിക്ക് തന്ന ശുശ്രൂഷ തികച്ചെനിക്ക് പോകണം. കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച വേല തികച്ചെനിക്ക് പോകണം. നീ എനിക്ക് തന്ന ഭവനത്തിലുള്ളവരെ സ്നേഹിച്ചിട്ട് എനിക്ക് പോകണം. നീ എനിക്ക് തന്ന ഭാര്യയെ, മക്കളെ, നീ എനിക്ക് തന്ന ഭർത്താവിനെ, നീ എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചിട്ട് എനിക്ക് പോകണം. അതാണ് യേശു പറഞ്ഞത് പോകാൻ നേരത്ത്. നീ എനിക്ക് തന്ന ശുശ്രൂഷ തികച്ചു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകും. കടന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കടന്നു പോകുന്നതിന് മുമ്പ് സ്നേഹിക്കാവുന്നവരെ സ്നേഹിക്കണം. കടന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വേല ചെയ്യണം. കടന്നു പോകുന്നതിന് മുമ്പ് ആർക്കെല്ലാം ഉപകാരം ചെയ്യാവോ അവർക്കെല്ലാം ഉപകാരം ചെയ്യണം. കടന്നു പോകുന്നതിന് മുമ്പ് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആർക്കും പുറത്തു ചൂടാത്ത ഒരു രാത്രി വരുന്നു പ്രിയപ്പെട്ടവരെ. ഒരു അവസരം നമ്മുടെ മേലുണ്ട്. കടന്നു പോകുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവൻ തനിക്ക് സ്നേഹിക്കാവുന്നവരെ പരമാവധി അവൻ സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും, നിങ്ങൾ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അത് മാറ്റമില്ലാത്ത സത്യമാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം എനിക്കുണ്ട്, പക്ഷേ എൻ്റെ അകത്തൊരാത്മാവുണ്ട്, ഒരു ജീവനുള്ള ആത്മാവുണ്ട്. ഇന്ന് ആത്മാവ് നിങ്ങളുടെ ജീവനിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് നിങ്ങൾക്ക് ആത്മാവുള്ള ഒരു ജീവനുള്ള മനുഷ്യനായി മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ജീവൻ പ്രാപിച്ച് കടന്നു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് കടന്നു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മറ്റുള്ളവരോട് യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇനി മുതൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ട് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നുണ്ട്. രക്തം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുന്നുണ്ട്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ, നിങ്ങളുടെ ശാപങ്ങളെ മാറ്റാൻ, നിങ്ങളുടെ കുരുക്കുകളെ അഴിക്കാൻ, നിങ്ങളുടെ ബന്ധനക്കാരുകളെ പൊട്ടിക്കാൻ, നിന്റെ ബുദ്ധിയെ നല്ല ബുദ്ധിയാക്കി തരാൻ, നിന്റെ കുരുട്ട് ബുദ്ധിയെ നല്ല ബുദ്ധിയാക്കി തരാൻ, നിന്റെ കുശുമ്പിനെ കുന്നായ്മയെ സ്നേഹമാക്കി തരാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. അവനിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ കരം ഇവിടെയുണ്ട്. ആ കരം നിന്റെ നേരെ നിൽക്കുന്നുണ്ട്. നീ ആരെല്ലാം യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ കടന്നു പോകുമെന്നുള്ളത് സത്യമാണ്. അതിനു മുമ്പ് എനിക്ക് സ്നേഹിക്കാവുന്നവരെയെല്ലാം സ്നേഹിക്കണം, കൊടുക്കാവുന്നവർക്കെല്ലാം ഉപകാരം കൊടുക്കണം. അതിനു മുമ്പ് എനിക്ക് വിശുദ്ധനായി ജീവിക്കണം. ഹല്ലേലൂയ. അതേ മക്കളെ, നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കടന്നു പോകണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.